ദുരന്തർ ദ റിവഞ്ച് എന്ന ചിത്രത്തിന്റെ ലാഭവിഹിതം ആവശ്യപ്പെടുകയാണ് പാകിസ്ഥാനിലെ ലാരി എന്ന പ്രദേശത്തെ താമസക്കാർ. ദുരന്തർ സിനിമയുടെ പ്രധാന കഥാപശ്ചാത്തലമാണ് ലാരി എന്നത്. സിനിമയുടെ ലാഭത്തിന്റെ പകുതിയോ അതിൽ അധികമോ തങ്ങളുടെ നാടിന്റെ വികസനത്തിനായി നൽകണമെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. രൺവീർ സിംഗ് നായകനായ ഈ സ്പൈ ആക്ഷൻ ചിത്രം തങ്ങളുടെ നഗരത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്ര അധികം പണം സമ്പാദിച്ചതെന്നും ഇവർ വാദിക്കുന്നു. ലാരിയിലെ റോഡുകൾ തകർന്നു കിടക്കുകയാണെന്നും ഈ ചിത്രത്തിന്റെ വരുമാനത്തിൽ നിന്നും 500 കോടി രൂപയെങ്കിലും തങ്ങൾക്ക് നൽകിയാൽ അത് ലാരിയിലെ റോഡുകളുടെ വികസനത്തിനായി ഉപയോഗിക്കാമെന്നും പ്രദേശവാസികൾ പറയുന്നു. ചിത്രം 1000 കോടി നേടുന്നുണ്ടെങ്കിൽ അതിൽ പകുതി ലാരി നിവാസികൾക്ക് നൽകണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ റോഡുകൾ ശരിയാവുകയുള്ളൂ എന്നാണ് ഒരു പ്രദേശവാസി അഭിപ്രായപ്പെട്ടത്. ലാരിയുടെ പേരിൽ പണം സമ്പാദിക്കുമ്പോൾ അത് ആ പ്രദേശത്തിന് കൂടി ഉപകരിക്കണമെന്നാണ് ഇവരുടെ എല്ലാം വാദം. ലാരിക്ക് കോടികൾ ലഭിക്കണം. സിനിമയുടെ ലാഭവിഹിതത്തിന്റെ 70 അല്ലെങ്കിൽ 80% വേണം. ലാരിയുടെ പേരിൽ നിന്നും അവിടുത്തെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുമാണ് സിനിമയുടെ വരുമാനം വരുന്നത്. അതിനാൽ സിനിമയുടെ നിർമ്മാതാക്കൾ നല്ലൊരു തുക തന്നെ ഞങ്ങൾക്ക് സംഭാവന നൽകണം. ലാരിയെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ് ദുരന്തർ. ആ സിനിമ ധാരാളം പണം സമ്പാദിച്ചു. അതുകൊണ്ട് ലാരിക്കും ഒരുപാട് പുരോഗതി ഉണ്ടാകട്ടെ, ഈ റോഡുകളെല്ലാം നന്നാകട്ടെ എന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചത്. അമേരിക്കയിൽ നിന്നും IMF-ൽ നിന്നും കോടിക്കണക്കിന് രൂപ വായ്പ ലഭിച്ചിട്ടും പാകിസ്ഥാൻ സർക്കാർ ഈ ലാരിയുടെ വികസനത്തിനായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. സിനിമയുടെ വൻ വിജയത്തോടൊപ്പം ലാരിയിലെ ദയനീയ അവസ്ഥ കൂടി ഇപ്പോൾ ചർച്ചയാവുകയാണ്. ലാരി നിവാസികളുടെ ഈ പ്രതികരണങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട്. പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള ലാരി എന്ന പ്രദേശത്തെ അധോലോക സംഘങ്ങളെയും ഭീകരവാദ ശൃംഖലകളെയും തകർക്കാൻ നിയോഗിക്കപ്പെട്ട ഹംസ എന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജന്റായാണ് രൺവീർ സിംഗ് ഈ ദുരന്തർ എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. അർജുൻ രാംപാൽ, മാധവൻ, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത് എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ വരുന്നുണ്ട്. ഈ സിനിമയുടെ ലാഭത്തിന്റെ 70 മുതൽ 80% വരെ നൽകുന്നത് ന്യായമായ ഒരു വിഹിതം ആയിരിക്കുമെന്നാണ് ലാരി നിവാസികൾ അവകാശപ്പെടുന്നത്. എന്നാൽ ലാരി നിവാസികളുടെ ഈ വിചിത്രമായ ആവശ്യത്തോട് സംവിധായകൻ ആദിത്യ ധറോ അല്ലെങ്കിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ സിനിമയുടെ കളക്ഷൻ ഓരോ ദിവസവും കുതിച്ച് കയറുകയാണ്. ലാരിയിൽ നിന്നുള്ള ഈ ആവശ്യങ്ങൾക്കും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമകളിൽ ചിത്രീകരിക്കപ്പെടുന്ന സ്ഥലങ്ങൾക്കും അവിടുത്തെ ജനങ്ങൾക്കും ആ ചിത്രത്തിന്റെ സാമ്പത്തിക വിജയത്തിന്റെ ഒരു പങ്കിന് അവകാശമുണ്ടോ എന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. സിനിമയിലെ പ്രാതിനിധ്യം, ഉടമസ്ഥാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ സജീവമാണ്. ഈ ദുരന്തർ എന്ന സിനിമയുടെ 1-ാം ഭാഗം 1300 കോടി രൂപയാണ് നേടിയത്. 2-ാം ഭാഗമാണെങ്കിൽ ഇതിനോടകം 1365 കോടി രൂപ നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രം 1011 കോടി രൂപ നേടിയ 2-ാം ഭാഗത്തിന്റെ ഓവർസീസ് കളക്ഷൻ 350 കോടി കടന്നിരിക്കുകയാണ്. താമസിയാതെ 2000 കോടി എന്ന അപൂർവ നേട്ടത്തിലേക്ക് ഈ സിനിമ എത്തുമെന്നാണ് നിർമ്മാതാക്കൾ കണക്കുകൂട്ടുന്നത്. ഇനി ഇവർ പറയുന്ന പോലെ 500-600 കോടി ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ലാരിയിലേക്ക് കൊടുത്താൽ അവിടെ എന്താകും സംഭവിക്കുക? ഒന്നുകിൽ ഈ പണം പങ്കിട്ടെടുക്കാൻ തമ്മിൽ തല്ലി മരിക്കും. അല്ലാത്ത പക്ഷം ഈ പണം എത്തിച്ചേരാൻ പോകുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ കയ്യിലേക്ക് തന്നെ ആയിരിക്കും.